അമേരിക്കയുമായി കൂടുതൽ അടുപ്പമുണ്ടാക്കാൻ ശ്രമിച്ചതിന് പാകിസ്ഥാന് കിട്ടിയത് വൻ അടിയാണ്. പാകിസ്ഥാന്റെ അമേരിക്കൻ ബന്ധം ഇഷ്ടപ്പെടാത്ത ചൈന പാകിസ്ഥാൻ പ്രതീക്ഷിക്കാത്ത ഒരു പ്രഹരമാണ് നൽകിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ റെയിൽവേ നവീകരണ പദ്ധതിയിൽ നിന്ന് ചൈന പിന്മാറി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. $60 ബില്യൺ ഏകദേശം 52 ലക്ഷം കോടി രൂപയുടെ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി പദ്ധതിയിൽ നിന്നാണ് ചൈനയുടെ ഈ പിന്മാറ്റം. പാകിസ്ഥാൻ അമേരിക്കയുമായി കൂടുതൽ അടുക്കുന്നതും ഷാങ്ഹായ് ഉച്ചകോടിയുടെ പശ്ചാത്തലവും ഈ തീരുമാനത്തിന് കാരണമെന്നാണ് വ്യക്തമാകുന്നത്. ചൈനയുടെ സിൻജിയാങ് മേഖലയെ പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖവുമായി ബന്ധിപ്പിക്കുന്ന ഈ അടിസ്ഥാന സൗകര്യ പദ്ധതി ദക്ഷിണേന്ത്യ, മധ്യേഷ്യ, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക എന്നിവിടങ്ങളുമായുള്ള സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും ചൈനയുടെ ഊർജ്ജ ഇറക്കുമതിക്ക് സഹായകമാകുമെന്നും പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. ഇത് പാകിസ്ഥാൻ റെയിൽവേയുടെ അടിസ്ഥാന വികസനത്തിൽ വിപ്ലവകരമായ മാറ്റം സൃഷ്ടിക്കുമായിരുന്ന ഒരു പദ്ധതിയാണ്. ചൈന പിന്മാറിയതോടെ റെയിൽവേ വികസനത്തിൽ പാകിസ്ഥാന് കനത്ത തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചൈനയുടെ പിന്മാറ്റത്തോടെ ഈ പദ്ധതിക്ക് ധനസഹായം തേടി പാകിസ്ഥാൻ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിനെ സമീപിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. കറാച്ചിയിൽ നിന്ന് പെഷവാറിലേക്കുള്ള 1800 കിലോമീറ്റർ റെയിൽപാതയുടെ ഭാഗമായ കറാച്ചി റോഹ്രി വിഭാഗത്തിന്റെ നവീകരണത്തിനായി $2 ബില്യൺ വായ്പയാണ് പാകിസ്ഥാൻ തേടുന്നത്. ഈ പദ്ധതി പാകിസ്ഥാന്റെ ഗതാഗത അടിസ്ഥാന സൗകര്യ വികസനത്തിന് നിർണായകമാണ്. എന്നാൽ ചൈനയുടെ പിന്മാറ്റം പദ്ധതിയുടെ ഭാവിയെക്കുറിച്ച് ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. ചൈനീസ് വൈദ്യുതി കമ്പനികൾക്ക് പാകിസ്ഥാൻ നൽകാനുള്ള ഏകദേശം $1.5 ബില്യൺ കടമാണ് ചൈനയുടെ തീരുമാനത്തിന് മറ്റൊരു കാരണമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ കടം തിരിച്ചടയ്ക്കാത്തതിൽ ചൈനീസ് അധികാരികൾ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. ഇതിനു പുറമെ 2021 മുതൽ പാകിസ്ഥാനിലെ വിവിധ BRI പദ്ധതികളിൽ പ്രവർത്തിക്കുന്ന നിരവധി ചൈനീസ് പൗരന്മാർ വിഘടനവാദ ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇത് ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയ സുരക്ഷാ ആശങ്കയാണ് ഒരുക്കുന്നത്. ചൈനീസ് പൗരന്മാരുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ പാകിസ്ഥാനിൽ സൈന്യത്തെ വിന്യസിക്കാൻ ചൈന നേരത്തെ അനുമതി തേടിയതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അതേസമയം ചൈന ഇന്ത്യയുമായുള്ള തങ്ങളുടെ ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് പാകിസ്ഥാനുമായുള്ള ഈ അകൽച്ച എന്നതും ശ്രദ്ധേയമാണ്. മറുവശത്ത് പാകിസ്ഥാൻ അമേരിക്കയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ട്. ബലൂചിസ്ഥാനിലെ ധാതുഖനന മേഖലകളിൽ അമേരിക്കയ്ക്ക് അവസരം നൽകാമെന്ന് പാകിസ്ഥാൻ സൂചിപ്പിച്ചത് ഈ നീക്കത്തിന്റെ ഭാഗമായാണ്. എന്നാൽ ഇത് ബലൂചിസ്ഥാനിലെ ചൈനയുടെ താൽപര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിയിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്ന ചർച്ചകളാണ് നടന്നത്. ഇന്ത്യയും ചൈനയും ശത്രുക്കളല്ലെന്നും ഇരു രാജ്യങ്ങളും വികസന പങ്കാളികളാണെന്നും ഷീ ജിൻപിങ് പറഞ്ഞു. ഇരു രാജ്യങ്ങളിലെയും രാഷ്ട്രതലവന്മാർ തമ്മിലുള്ള ചർച്ച 1 മണിക്കൂറോളമാണ് നീണ്ടുനിന്നത്. സുപ്രധാനമായ പല തീരുമാനങ്ങളും ചർച്ചയിലുണ്ടായി. ന്യായമായ വ്യാപാരം ഉറപ്പാക്കുന്നതിനും സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും യോജിച്ചു നിൽക്കുമെന്നും ഇന്ത്യയും ചൈനയും തീരുമാനിച്ചു. ഇന്ത്യക്കുമേൽ അമേരിക്ക അമിത തീരുവ ഈടാക്കിയിരുന്ന സാഹചര്യത്തിൽ ഈ തീരുമാനത്തിന് വലിയ പ്രാധാന്യമാണ് ഉണ്ടായത്. അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തിയും ഉറപ്പാക്കാൻ 2 ഏഷ്യൻ രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണം. അതിർത്തി പ്രശ്നം മൊത്തത്തിലുള്ള ചൈന ഇന്ത്യ ബന്ധങ്ങളെ ബാധിക്കരുതെന്നും ഷീ ജിൻപിങ് പറഞ്ഞിരുന്നു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പരസ്പര വിശ്വാസവും സഹകരണവും വർദ്ധിപ്പിക്കുന്നതിന് മോദിയുടെ സന്ദർശനവും ഷീ ജിൻപിങ്ങുമായുള്ള ചർച്ചയും ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇത്തരത്തിൽ ഇന്ത്യ ചൈന ബന്ധങ്ങളും അമേരിക്കയുടെ പങ്കും എന്താകും ലോകത്തിന് സമ്മാനിക്കുക എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.